കോഴിക്കോട് പന്തീരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻ ലാലിനെ പാലക്കാട് എത്തിച്ചാണ് തെളിവെടുത്തത്. പ്രതിയിൽ നിന്ന് 55,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, വലിയ തുകയാണ് ഈ മോഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് ഇയാൾ ഓടിയത്. അന്ന് ഇത് 40 ലക്ഷം രൂപ, പക്ഷേ 55,000 രൂപ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബാക്കി പണം ഇയാൾ എന്തു ചെയ്തു? പ്രജിൻ, അത് കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായാണ് പ്രതി കടന്നു കളഞ്ഞത്. പക്ഷേ ഇപ്പോൾ പ്രതിയുടെ കൈവശം 1 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത് എന്നാണ് പ്രതി നൽകിയ മൊഴി. തനിക്ക് ലഭ്യമായ ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ 45,000 രൂപ താൻ ഉപയോഗിച്ചു. ശേഷിക്കുന്ന 55,000 രൂപയാണ് കൈവശമുള്ളത് എന്ന് പറയുകയും ആ തുക പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ 39 ലക്ഷം രൂപ എന്താണ് ഈ പ്രതി ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പ്രതി പന്തീരാങ്കാവിൽ വെച്ചുകൊണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 38 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അത് ഇസാഫ് ബാങ്കിലേക്ക് 40 ലക്ഷം രൂപയ്ക്ക് മാറ്റിയെടുക്കാമെന്നും പറഞ്ഞ് ഇസാഫ് ബാങ്കിലെ ജീവനക്കാരെ അവിടേക്ക് എത്തിച്ചത്. പിന്നീട് അവർ കൊണ്ടുവന്ന ആ 40 ലക്ഷം രൂപയടങ്ങിയ ബാഗുമായി പ്രതി കടന്നു കളയുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയോട് കൂടെ ഉണ്ടായ ആ സംഭവത്തിനൊടുവിൽ പിന്നീട് വ്യാഴാഴ്ച രാത്രിയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ആ വേളയിൽ പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം നേരെ പോയത് പാലക്കാട്ടേക്കാണ്. പിന്നീട് തൃശ്ശൂരിലേക്ക് പോയി വീണ്ടും പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു. ആ വേളയിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വേളയിൽ എവിടെയോ വെച്ച് ഈ പണമിടപാട് നടത്തിയിട്ടുണ്ട്, ആർക്കോ ഇത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല എങ്കിൽ പ്രതി പാലക്കാട് ഒരു വീട് വെക്കുന്നുണ്ട്, അതിന്റെ കോൺട്രാക്ടർക്കോ മറ്റോ പണം നൽകിയിട്ടുണ്ടോ, അത്തരം ഒരു സംശയം കൂടി പോലീസിനുണ്ട്. പ്രതിയെ നാളെയും വിശദമായി തെളിവെടുക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്.